ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. പാകിസ്ഥാൻ മാധ്യമം സമ ടിവിയാണ് രേഖകൾ സഹിതം റിപ്പോർട്ട് ചെയ്തത്. സമ്മർദ്ദം ശക്തമായതോടെ സമ ടിവി ഈ റിപ്പോർട്ട് പിൻവലിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ യഥാർത്ഥ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും. ജിഷ്ണു, പാകിസ്ഥാന് വലിയ നാശനഷ്ടം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് രണ്ട് കൂട്ടർക്ക് മാത്രമാണ്. ഒന്ന്, പാകിസ്ഥാൻ ഇത് അംഗീകരിക്കുന്നില്ല. രണ്ട്, ഇന്ത്യയിലെ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾക്കും ഇതിലത്ര വിശ്വാസം പോരായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ തന്നെ ഏതാണ്ട് 150-ലധികം പാകിസ്ഥാൻ പട്ടാളക്കാർ തന്നെ കൊല്ലപ്പെട്ടു എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണല്ലോ ജിഷ്ണു. ഗൗതം, കനത്ത പ്രഹരമാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിലുണ്ടാക്കിയത്. ഭീകര കേന്ദ്രങ്ങളിലാണെങ്കിലും സൈനിക താവളങ്ങളിലും അതിശക്തമായ പ്രഹരം ഭാരതത്തിൻ്റെ മിസൈലുകൾ ഏൽപ്പിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിരവധി ഭീകരർ, അതും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും കമാൻഡർമാരുൾപ്പെടെയുള്ള ഭീകരർ കൊല്ലപ്പെട്ടു. അതിനുശേഷം പാകിസ്ഥാൻ പ്രകോപനം തുറന്നതോടെ പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ യുദ്ധവിമാനവും നിരീക്ഷണ വിമാനങ്ങളും ഭാരതം വെടിവെച്ചിട്ടുണ്ട്. അത്തരത്തിൽ കനത്ത നാശനഷ്ടവും ആൾനാശവും പാകിസ്ഥാന്റെ മണ്ണിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൻ്റെ നാശനഷ്ട കണക്കുകൾ ഇതുവരെ പുറത്തുവിടാൻ തയ്യാറാകാതെ ഈ കഴിഞ്ഞ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിൽ പാകിസ്ഥാൻ ജയിച്ചു എന്നൊരു പ്രചാരണം, അത് സ്വന്തം ജനങ്ങളെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള പ്രചാരണം പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ഭരണ നേതൃത്വവും നടത്തിയിരുന്നു. അതിന് പിറകെയാണിപ്പോൾ പാകിസ്ഥാനിലെ തന്നെ പ്രമുഖ മാധ്യമം സമ ടിവി പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടു, 150-ലധികം പാകിസ്ഥാൻ സൈനികർ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത രേഖകൾ സഹിതം റിപ്പോർട്ട് തയ്യാറാക്കിയത്. പിന്നീട് സമ്മർദ്ദം ശക്തമാവുകയും ഈ വാർത്ത വിവാദമാവുകയും ചെയ്തതോടുകൂടി സമ ടിവി നിലവിൽ ആ റിപ്പോർട്ട് പിൻവലിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും രേഖകൾ സഹിതമായിരുന്നു നേരത്തെ സമ ടിവി ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ മണ്ണിലുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടവും കനത്ത പ്രഹരവും ആദ്യം ഉൾക്കൊള്ളാത്തത് പാകിസ്ഥാനും, ഒപ്പം ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ത് നാശനഷ്ടമാണ് പാകിസ്ഥാനിലുണ്ടാക്കിയത്, അതിനപ്പുറത്തേക്ക് ഭാരതത്തിന് എന്ത് നഷ്ടം വന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സൈനിക നടപടികളെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസിനെയും രാഹുൽ ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷ നേതാക്കളെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനൊരു മറുപടി കൂടിയാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം സമ ടിവി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് സമ്മർദ്ദത്തിൻ്റെ ഫലമായി ആ വാർത്ത ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗൗതം, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് 150-ലധികം സൈനികരെ നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ മാധ്യമം സമ ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ സമ്മർദ്ദം ശക്തമായതോടുകൂടി സമ ടിവി ഈ റിപ്പോർട്ട് പിൻവലിച്ചു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ യഥാർത്ഥ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ ഘട്ടത്തിലാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇത്തരം ഒരു വാർത്ത പങ്കുവച്ചത്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് സമ ടിവിക്ക് ഈ റിപ്പോർട്ട് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയും അതിൻ്റെ നേതാവും ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, നമുക്കാണ് നഷ്ടമുണ്ടായത് എന്ന പ്രചരണം നടത്തുകയാണ്. പാർലമെന്റിനകത്തും പുറത്തും ഇത്തരം പ്രചരണം നടത്തുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാന് മേൽ നമ്മുടെ സുരക്ഷാ സേന നടത്തിയ വലിയ പ്രഹരത്തിൻ്റെ വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ജിഷ്ണു കൃഷ്ണൻ.